അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ദസൂഖിയ തരീഖത്ത് കേരളത്തിലിപ്പോൾ ഇങ്ങനെ പല ആളുകൾക്കിടയിലും അതിങ്ങനെ കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണത് എനിക്കറിയാൻ കഴിഞ്ഞത്. ഈ സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആധികാരികമായി ബഹുമാനപ്പെട്ട സമസ്ത ജമിഅത്തുൽ ഉലമ ഒരഭിപ്രായം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് അഭിപ്രായം പറയേണ്ടതുണ്ട്. കാരണം ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ പല ആളുകളും അതിലേക്ക് ആകർഷിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. തരീഖത്ത് നല്ലതാണെങ്കിലും ആ കേരളത്തിലേക്ക് വന്നതും കേരളത്തിലെ അതിൻ്റെ നിലപാടുകളും അതിൻ്റെ പോക്കുകളും എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു പഠനം അനിവാര്യമാണ്. ബഹുമാനപ്പെട്ട സമസ്ത ജമിഅത്തുൽ ഉലമ അത് നിർവഹിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അത് സാധാരണ പല ആളുകൾക്കിടയിലും അത് ഉള്ളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായൊരു നിർദ്ദേശം സമസ്തയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പടച്ചോൻ എന്തായാലും അനുഗ്രഹിക്കും ഈ പോക്കാണെങ്കിൽ. എന്താണ് നിങ്ങൾ പരിസരബോധമൊന്നുമില്ലേ? സമസ്തനോടാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തിനാണ് നിങ്ങൾക്ക് സമസ്തനോട് ആവശ്യപ്പെടുന്നത്? സമസ്ത എടുത്ത തീരുമാനങ്ങൾ തന്നെ അയലുമിട്ട് നടക്കല്ല നിങ്ങൾ. ആ നിലവിലെടുത്ത തീരുമാനങ്ങൾ അംഗീകരിക്കാതെ പുതിയൊരു തീരുമാനം എടുക്കാൻ വേണ്ടി പുതിയൊരു ആവശ്യം സമസ്തൻ്റെ മുന്നോട്ട് വെക്കാൻ നിങ്ങൾക്ക് ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരല്ലോ. നിങ്ങളെന്താ പറയൽ? പാണക്കാട് തങ്ങന്മാർ എവിടെയാണോ അവിടെ ഞങ്ങൾ നിൽക്കും, അവിടെ ഞങ്ങൾ നിൽക്കും എന്നാണല്ലോ പറയൽ. ഒരുപാട് ഈ കക്കാട് ത്വരീക്കത്തിൽ, ഈ കക്കാട് ഫൈസിൻ്റെ ത്വരീക്കത്തിൽ ഒരുപാട് പാണക്കാട് സയ്യിദന്മാർ, അവിടുത്തെ ബീവിമാരൊക്കെ അംഗമല്ലേ ഇപ്പോൾ? ഒരുപാട് വാഫികളും ഉദവികളൊക്കെ അതിൽ അംഗമല്ലേ? നിങ്ങൾക്ക് പിന്നെ അവിടെ നിന്നാൽ പോലെ അതിൽ സമസ്തൻ്റെ ഒരു തീരുമാനം വരാനിനി അത് ചോദിക്കാൻ, അത് പറയാൻ നാണല്ലേ നിങ്ങൾക്ക്? സമസ്തൻ്റെ തീരുമാനം വേണത്രേ. സമസ്ത എടുത്ത CIC-യുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നത്? അതെന്ത് സമസ്തൻ്റെ തീരുമാനമല്ലേ? ആ സമസ്തൻ്റെ തീരുമാനം അംഗീകരിക്കാത്ത അതിൻ്റെ വിഷയത്തിൽ ആ പാണക്കാട് തങ്ങന്മാർ എവിടെ നിൽക്കണം? അവിടെ ഞങ്ങളുണ്ടാവും. ആ തങ്ങന്മാർ തള്ളാത്തതിനൊക്കെ ഞങ്ങൾ കൊള്ളും എന്ന് പറയുന്ന ആളുകൾക്ക് ഇതുപോലെ പാണക്കാട് തങ്ങന്മാർ ഇഷ്ടംപോലെ തങ്ങന്മാർ ആ കക്കാട് വൈസിൻ്റെ ത്വരീക്കത്തിൽ ഇപ്പോൾ ചേർന്നിട്ടുണ്ടല്ലോ. ഒരുപാട് ആളുകൾ ചേർന്നിട്ടുണ്ടല്ലോ, ബീവിമാർ ചേർന്നിട്ടുണ്ടല്ലോ. ഒന്ന് അന്വേഷിച്ച് നോക്കി പോയിട്ട്. ആ ത്വരീക്കത്തിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാനോ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാനും സമസ്തൻ്റെ ഒരു തീരുമാനം വേണം എന്ന് പറയുന്നത് വിരോധാഭാസമല്ല തങ്ങളെ? നിങ്ങളൊരു കാലുമ നിൽക്ക്. നിങ്ങൾ ഈ കുളി കുടിക്കാതെ രാവിലെ തന്നെ വരുന്നത് നിങ്ങളുടെ സുഹാബികൾക്കിടയിൽ തന്നെ അങ്കലാപ്പുണ്ടാക്കൂലത്? എന്താണ് ഇപ്പം നിങ്ങളെ നിലപാട്? സുഹാബികൾ തന്നെ പരസ്പരം ചോദിക്കുക, എന്താ ഇപ്പം നമ്മളെ നിലപാട്? നമ്മളിപ്പോൾ എവിടെ നിൽക്കേണ്ടത്? പാണക്കാട് തങ്ങന്മാരൊക്കെ ഇപ്പോൾ അതിൽ ചേർന്നത് സമസ്തൻ്റെ തീരുമാനം കേട്ടിട്ടാ? സമസ്ത അതിനെക്കുറിച്ച് തീരുമാനം പറഞ്ഞിട്ടാ? അല്ലെങ്കിൽ സമസ്തനോട് ചോദിച്ചിട്ടാ? ഈ വാഫികൾ ഉദവികൾ സമസ്ത വിരുദ്ധരായ സകലെണ്ണോടെ ചേക്കേറിയണല്ലോ ആ ത്വരീക്കത്തിൽ. അത് സമസ്തൻ്റെ തീരുമാനം നോക്കിയിട്ടാ? സമസ്തനോട് ചോദിച്ചിട്ടാണോ? ഒരാൾ ഒരു വാദവുമായി രംഗത്ത് വന്നാൽ ഞാൻ ഷെയ്ഖാണ്, അല്ലെങ്കിൽ വലിയാണ്, അല്ലെങ്കിൽ മുർഷിദാണ്, അല്ലെങ്കിൽ മുറബിയാണ് എന്നൊക്കെ ഒരു വാദവുമായി മുന്നോട്ട് വന്നാൽ ആ സമയത്ത് പണ്ഡിതന്മാർ അയാളോട് ദലീൽ ചോദിക്കണമല്ലേ എന്നല്ലേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്? കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അദ്ദേഹത്തോട് ദലീൽ ചോദിക്കണം. ആ വാദത്തിന് എന്ത് ദലീലാണുള്ളത്, എന്ത് തെളിവാണുള്ളത് എന്ന് ചോദിക്കുകയും അത് സ്ഥിരപ്പെടാത്ത കാലത്തോളം അയാളുടെ അടുത്തേക്ക് അടുക്കാൻ പോലും പാടില്ല എന്നല്ലേ ഇവിടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്? എന്നാൽ ഈ കക്കാട് ഫൈസിയുടെ ത്വരീഖത്ത് പറഞ്ഞ് ഇന്നും ഇന്നലെ ഇവിടെ ഉണ്ടായതാണോ? അതിന് പഴക്കം കുറയില്ല. അതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടില്ലേ ഇവിടെ? അതിൻ്റെ പേരിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടില്ലേ ഇവിടെ? അത്തരം ഒരു ത്വരീഖത്തിൽ സമസ്തയുടെ സമ്മതമില്ലാതെ ചേർന്ന ആളുകളെക്കുറിച്ച് എന്താണ് പൊന്നു തങ്ങളെ നിങ്ങളുടെ നിലപാട്? ആ തങ്ങന്മാർ നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് നിന്നാൽ പോരെ? അതല്ലേ CIC വിഷയത്തിൽ നിങ്ങൾ ചെയ്തത്? അതെന്താ ഇവിടെ പറ്റാതെ വന്നത്? ഈ ത്വരീഖത്തിലേക്ക് ആളുകൾ ചേക്കേറുമ്പോൾ എന്താ നിങ്ങൾക്കൊരു ആദി, ഒരു വേവലാതി എന്താണ്? പിന്നെ ഈ കക്കാട് ഫൈസിയുടെ ത്വരീഖത്തിനെ കുറിച്ചൊക്കെ ഈ ദസൂഖിയ ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണോ? ദസൂഖിയ ത്വരീഖത്തൊക്കെ ഹക്കാണ്, അതിൻ്റെ അടിസ്ഥാനം ഹക്കാണ്. അതുപോലെ തന്നെ ഇവിടെ പല ത്വരീഖത്തുകളുണ്ട്. അതിൻ്റെ പേരിലൊക്കെ വ്യാജന്മാർ കടന്നു വന്നപ്പോഴല്ലേ ഇവിടെ പ്രശ്നങ്ങളുണ്ടായത്. അലവിയ ത്വരീഖത്തുണ്ട്, അതുപോലെ തന്നെ ഖാദിരിയ ത്വരീഖത്തുണ്ട്, റിഫായിയ ത്വരീഖത്തുണ്ട്, ബദവിയ ത്വരീഖത്തുണ്ട്, ദസൂഖിയ ത്വരീഖത്തുണ്ട്, ഷാദുലിയ ത്വരീഖത്തുണ്ട്, അമൂദിയ ത്വരീഖത്തുണ്ട്, അബ്ബാദിയ ത്വരീഖത്തുണ്ട്, സുഹറവർദിയുണ്ട്, ഖാസ്റൂനിയുണ്ട്, മദനിയുണ്ട്, ഉവൈസിയുണ്ട്, ഖുശൈരിയുണ്ട്, ഫിർദൗസത്തുൽ കുബറ ത്വരീഖത്തുണ്ട്,
ഷാത്തുരിയ ത്വരീഖത്തുണ്ട്, ചിശ്തിയ ത്വരീഖത്തുണ്ട്, തൈഫൂരിയ ത്വരീഖത്തുണ്ട്. ഇങ്ങനെ ധാരാളം ത്വരീഖത്തുകൾ, അതിൻ്റെ അടിസ്ഥാനം അംഗീകരിക്കപ്പെട്ട ത്വരീഖത്തുകളല്ലേ. അതിനൊക്കെ നയിക്കുന്ന മഹാന്മാർ അത് ആരിലേക്കാണോ ചേർത്തി പറയുന്നത്, ആ മഹാന്മാർ ഈ ലോകത്ത് ജീവിച്ച് അവരുടെ പരിശുദ്ധി തെളിയിച്ചതാണ്. മഹാനായ സയ്യിദ് അഹമ്മദ് റിഫായി റളിയല്ലാഹു അൻഹു, മഹാനായ മുഹമ്മദ് ബിൻ അലി ബാലവി റളിയല്ലാഹു അൻഹു, മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു, മഹാനായ ഷെയ്ഖ് സഹീദ് ബിൻ ഈസ റളിയല്ലാഹു അൻഹു, മഹാനായ ഷെയ്ഖ് അബ്ദുള്ള ബാഅബ്ബാദി റളിയല്ലാഹു അൻഹു, മഹാനായ ഷെയ്ഖ് ഉമർ ബിൻ മുഹമ്മദ് സുഹറവർദി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ, സൂഫിവര്യന്മാരൊക്കെ ആയിരുന്നു അതിൻ്റെ ഉത്ഭവം. അവരിൽ നിന്നാണ് ഈ ത്വരീഖത്തുകളൊക്കെ ഉത്ഭവം. അത് ഹക്കാണ്. പക്ഷേ അതിൻ്റെ പേരിൽ വ്യാജന്മാർ, അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വ്യാജന്മാർ കേരളത്തിൽ കടന്നു വന്നു. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഈ കക്കാട് ഫൈസിയുടെ ത്വരീഖത്തിനെ കുറിച്ച് എന്താണ് സമസ്ത മുഷാവറ അംഗമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ അഭിപ്രായമെന്ന്. ശക്തമായിട്ട് അയാൾ എതിർക്കുന്ന ആളാണ് ബഹാവുദ്ദീൻ നദ്വി. ശക്തമായിട്ട് ഈ കക്കാട് ഫൈസിയുടെ ത്വരീഖത്തിനെയും ആ കക്കാട് ഫൈസിയെയും എതിർക്കുന്ന വ്യക്തിയാണ് ഈ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി എന്ന വ്യക്തി. പക്ഷേ ആ ഉസ്താദിനെ പോലും അംഗീകരിക്കാതെ പല ഹുദവികളും ഇന്ന് ഇതിൽ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ സകല സമസ്ത വിരുദ്ധ കുത്തിത്തിരിപ്പിൻ്റെയും സോഴ്സായ ഹാദിയയുടെ ബുദ്ധികേന്ദ്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന അബൂബക്കർ ഹുദവി കരുവാരക്കുണ്ട് എന്ന് പറയുന്ന വ്യക്തി ഇന്നീ ത്വരീഖത്തിലുള്ള ആളാണ്. സുബൈർ ഹുദവി ത്വരീഖത്തിൽ ബയ്യത്ത് ചെയ്ത ആളാണ്. ആബിദ് ഹുദവി തച്ചണ്ണ ആ ത്വരീഖത്തിലുള്ള ആളാണ്, ഈ കക്കാട് ത്വരീഖത്തിൽ ഉള്ള ആളാണ്. എന്നാൽ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദിനെ അംഗീകരിക്കുന്നവരാണോ ഇവർ? ഈ വിഷയത്തിൽ ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ നിലപാടിനൊപ്പം നിൽക്കാതെ ആ ത്വരീഖത്തിൽ ഇവരെ എങ്ങനെ പെട്ടുപോയി? നിങ്ങളെ മൂക്കിൻ്റെ ചോട്ടത്ത് അടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണില്ലേ? ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് ഈ കഴിഞ്ഞ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് വരെ കൃത്യമായിട്ട് ദാറുലുദയിലൊരു ക്ലാസ് വെച്ചിട്ടുണ്ട്. എന്താ ക്ലാസ്? ത്വരീഖത്തുകളെ കുറിച്ചാണ് ക്ലാസ്. ആ ക്ലാസ്സിൽ ഈ ത്വരീഖത്തിനെ കുറിച്ചും കൃത്യമായ മുന്നറിയിപ്പ് ബഹാവുദ്ദീൻ ഉസ്താദ് നൽകിയിട്ടുണ്ട് കുട്ടികൾക്ക്. ഏതൊരീഖത്ത്? കക്കാട് ത്വരീഖത്തിനെ കുറിച്ച് കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങളറിയാത്? ആ ത്വരീഖത്തിലേക്കാണ് ഇന്ന് പല ഉദവികളും ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ എന്തേ ബഹാവുദ്ദീൻ ഉസ്താദിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ മടി ഈ ഉദവികൾക്ക്? അതേപോലെ തന്നെ ഈ കള്ളത്വരീഖത്തുകളിലേക്ക് പോകുന്നതിന് കാരണമായിക്കൊണ്ട് ഉദവികളെ അതിൽ നിന്ന് വിട്ടു നിർത്താൻ വേണ്ടി ആത്മീയ സദസ്സ് എന്ന പേരിൽ മജ്ലിസുൽ ഫുതുവ എന്ന പേരിൽ ഹാദിയ സെൻറ്ററിൽ എല്ലാ മാസവും ഒരു ബുധനാഴ്ച ഒരു മജ്ലിസ് തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. എന്തിനാ മജ്ലിസ്? ഇത്തരം കള്ളത്വരീഖത്തുകളിൽ പോകാതിരിക്കാൻ. അതിൽ ആത്മീയത മതിയാകാതെയാണ് ഈ സ്വന്തം ഉസ്താദിനെ, ഗുരുനാഥന്മാരെ വരെ തള്ളിക്കൊണ്ട് ഇവർ ഈ മജ്ലിസിലേക്ക് പോകുന്നത്. ചിന്തിക്കണം നിങ്ങൾ. എത്രത്തോളം എന്ന് വെച്ചാൽ ഇതറിഞ്ഞപ്പോൾ, ഇത്തരം കള്ളത്വരീഖത്തുകളിലേക്കൊക്കെ പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ, ഇത് മാത്രമല്ല, ഈ കക്കാടിൻ്റെ ത്വരീഖത്തിൽ മാത്രമല്ല, നൂർഷാ ത്വരീഖത്തിലേക്ക്, ആലുവ ത്വരീഖത്തിലേക്ക്, ഷംസിയ ത്വരീഖത്തിലേക്ക് വരെ ഉദവികൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞപ്പോഴാണ് PG ക്യാമ്പസിലെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഹാദിയ സെൻറ്ററിൽ ഒരു ത്വരീഖത്ത് പഠന ക്ലാസ് നടത്തിയത്, അല്ലേ? എന്നിട്ട് ഈ ത്വരീഖത്ത് പഠന ക്ലാസ് നടത്തി അവരെ ഈ വക കള്ളത്വരീഖത്തുകളെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടും ഈ തലമുതിർന്ന ഉദവികൾ ആ ഉസ്താദിനെയും അതുപോലെ തന്നെ ഹാദിയയിലെ മറ്റ് ഉദവിമാരെയും ഒക്കെ അവരുടെ അഭിപ്രായങ്ങളെ മുഖവിലക്കെടുക്കാതെ പരസ്യമായിക്കൊണ്ടും രഹസ്യമായിക്കൊണ്ടൊക്കെ ഈ അബൂബക്കർ ഹുദവിയും അതുപോലെ സുബൈർ ഹുദവിയും അതേപോലെ തന്നെ ഈ ആബിദ് ഹുദവിയും പോലെയുള്ള ആളുകളൊക്കെ ഈ ത്വരീഖത്തിൽ ഇന്നും അംഗങ്ങളാണ്, അതിൻ്റെ പ്രചാരകരും ആണ്. ഞാനിതിൽ പേര് പറഞ്ഞിട്ടുള്ളത് 2-3 ഹുദവികളുടെ പേര് മാത്രമാണ്. നിരവധി ആളുകളുണ്ട്. പ്രധാനപ്പെട്ട നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട, ഇവരൊക്കെ ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണ്ടല്ലോ. ഈ വിഷയത്തിൽ ബഹാവുദ്ദീൻ ഉസ്താദിൻ്റെ കൂടെ നിൽക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം മതിയാവാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ത്വരീഖത്ത് മതിയാവാത്ത
ഷാദുലി ത്വരീക്കത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദവി ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ആ വഴി മതിയാകാത്ത ആളുകളാണ് അദ്ദേഹത്തെ ധിക്കരിച്ചുകൊണ്ട് ഈ വളഞ്ഞ വഴിയിൽ സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി വാഫികളുടെ കാര്യം, ഈ വാഫികളുടെ കുളാണ്ടറായ കുഞ്ഞാമു ഫൈസി എന്ന് പറയുന്ന ആൾ, അവരുടെ സെനറ്റിലും മറ്റൊക്കെ ഉള്ള ആളല്ലേ, അയാൾ ഈ ത്വരീക്കത്തിൽ, ഈ കക്കാടിൻ്റെ ത്വരീക്കത്തിൽ ബൈഅത്ത് ചെയ്ത ആളാണ്. അറിയാം നിങ്ങൾക്ക്? അങ്ങനെ കുറേ വാഫികളും ഇതിൽ കടന്നുകൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേജാറുണ്ടാവും, കാരണം നിങ്ങൾ ഈ രണ്ട് തട്ടിലാകുകയാണ്. അതിൽ സമസ്തൻ്റെ മേത്ത് കിടണ്ട നിങ്ങൾ. നിങ്ങളുടെ പ്രവർത്തകർ വഴിതെറ്റി പിഴച്ചു പോകുന്നതിൽ സമസ്തക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. സമസ്ത പറഞ്ഞു കൊടുത്ത് നിങ്ങൾ നിന്നിട്ടേ ഇല്ല. ആദ്യം നിങ്ങൾ സമസ്ത ഇപ്പോൾ പറഞ്ഞ തീരുമാനത്തിൻ്റെ ഒപ്പം നിൽക്ക്, എന്നിട്ട് പിന്നെ സമസ്തക്ക് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പറയല്ല വേണ്ടത്. സമസ്തനോട് തീരുമാനം മുഷാവറയ്ക്ക് ഒരു കത്ത്, അല്ലെങ്കിൽ ഫത്വ കമ്മിറ്റിയിലേക്ക് ഒരു കത്ത് എഴുതിയിട്ട് കൊടുക്ക്. അതിന് ഔദ്യോഗികമായ എന്തെങ്കിലും സ്ഥാനം നിങ്ങൾ വഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വഹിക്കപ്പെടുന്ന ആരുടെയെങ്കിലും പേരിൽ എഴുതി കൊടുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും കീഴ്ഘടകങ്ങളുടെ പേരിൽ എഴുതി കൊടുക്ക്. അപ്പോൾ സമസ്ത ഔദ്യോഗികമായിട്ട് അതിന് മറുപടി പറയും. മനസ്സിലായോ? അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ സമസ്ത അഭിപ്രായം പറയണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വോയിസ് ഇട്ടുകൊണ്ട് കാര്യമല്ല. മനസ്സിലായോ? എത്രമാത്രം നിങ്ങളുടെ അഭിപ്രായം അവിടെ പരിഗണിക്കുന്നുള്ളത് നോക്കണം. കാരണം ബഹുമാനപ്പെട്ട സമസ്തയുടെ തഹിയ ഫണ്ടിനെതിരെയും 100ാം വാർഷികത്തിനെതിരെയൊക്കെ പബ്ലിക്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബൈറ്റ് കൊടുത്ത എയറിൽ പോയ ഒരേ ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ വോയിസ് അവിടെ പരിഗണിക്കുക ഇല്ലേ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് ആരെങ്കിലും പരിഗണിക്കപ്പെടുന്ന ആളുകളെ കണ്ടിട്ട് അവരെ കൊണ്ട് നിങ്ങൾ കത്ത് കൊടുപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ തീരുമാനം തേട്. ബഹാവുദ്ദീൻ നദവി തന്നെ വലിയാണ്, അദ്ദേഹം സൂഫി വര്യനാണ് എന്നൊക്കെ പറയുന്ന നിങ്ങൾ അദ്ദേഹത്തെ വിട്ടുകൊണ്ട് വേറെ ഒരു വലിയനെ തേടി പോകുന്നത്, നിങ്ങളുടെ ആ ഹുദവികൾ തേടി പോകുന്നത് എത്രമാത്രം അതിൽ ഔചിത്യമുണ്ട് എന്നൊന്ന് ചിന്തിച്ച് നോക്ക്. മാത്രമല്ല, ബഹാവുദ്ദീൻ നദവി ഉസ്താദ് കൊടുക്കുന്ന ദിക്കറുകൾ അദ്ദേഹത്തിന് ത്വരീക്കത്തുണ്ട്. അദ്ദേഹം കൊടുക്കുന്ന ദിക്കറുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയില്ല നിങ്ങൾക്ക്. അത് വിട്ടിട്ട് നിങ്ങൾ ഈ കക്കാട് ഫൈസിയുടെ ത്വരീക്കത്തിൽ നിങ്ങളുടെ ഉസ്താദിനെ തന്നെ അംഗീകരിക്കാതെ ഈ ഉദവികളും വാഫികളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന് സമസ്തനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സമസ്തയിൽ തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം സമസ്ത പറഞ്ഞു കൊടുത്ത് നിങ്ങൾ നിൽക്കണം, എന്നിട്ട് വേണം പറയാൻ. മനസ്സിലായോ? കക്കാട് ഫൈസിയുടെ ത്വരീക്കത്ത് വിവാദമായ ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ഷെയ്ഖിൻ്റെ ഫോട്ടോകൾ നമ്മൾ കണ്ടതാണ്. നല്ല ഇൻഷേഡൊക്കെ ചെയ്ത്, നല്ല പാൻറ്റും കോട്ടൊക്കെ ഇട്ട്, നല്ല ക്ലീൻ ഷേവൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ. അതാണ് അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് എന്നാണ് പരിചയപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാടുള്ള ആളാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദവി ഉസ്താദ്. അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്, നിങ്ങളുടെ മൂക്കിൻ്റെ താഴെ തന്നെ അദ്ദേഹമല്ലേ, അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക് എന്താണ് കക്കാട് ഫൈസിയുടെ ത്വരീക്കത്തിൻ്റെ പ്രശ്നം എന്ന് അദ്ദേഹം പറഞ്ഞു തരും. പല ഉദവികളോടും അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ പ്രശ്നം. എങ്ങനെ പലരെയും അതിൽ നിന്ന് പിന്തിരിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അദ്ദേഹത്തോട് ചോദിക്കുന്നതിന് പകരം ആരോടും ചോദിക്കാതെ സ്വന്തം നിലപാടെടുത്ത് ഒരു വിവരമില്ലാതെ പല ത്വരീക്കത്തിലും പോയി ചേരുക. എന്നിട്ട് സ്വന്തം അണികൾ സ്വന്തം കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുമ്പോൾ സമസ്തൻ്റെ തോൾക്കിട്ട് രക്ഷപ്പെടാൻ നോക്കുക. ആ പരിപാടി നടക്കില്ല. ആദ്യം സമസ്ത പറഞ്ഞ വഴിയിൽ നിൽക്കുക. CIC-യുടെ വിഷയത്തിൽ സമസ്ത ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനത്തിൽ നിന്നുകൊണ്ടാണിത് പറയുന്നതെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. അല്ലാതെ സമസ്ത പറഞ്ഞത് ധിക്കരിച്ചുകൊണ്ട് വീണ്ടും സമസ്ത ഇതിലൊരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന നിങ്ങളുടെ ഈ കാപട്യം ഉണ്ടല്ലോ, അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ സമസ്ത പറഞ്ഞിടത്തു നിന്ന് വഴിതെറ്റുമ്പോൾ ഇങ്ങനെ പല കള്ളന്മാരും പിടിച്ചുകൊണ്ടുപോകും. സമസ്തൻ്റെ റൂട്ടിൽ നിന്ന് വഴിതെറ്റുന്ന സമയത്ത് കള്ളന്മാർ കൊണ്ടുപോകും. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. ആ പ്രതിസന്ധി നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാകും ഇന്നല്ലെങ്കിൽ നാളെ. സമസ്തൻ്റെ തണലില്ലെങ്കിൽ പലരെയും പരുന്ത് കൊണ്ടുപോയിട്ടുണ്ട്.